കോടതി പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണ്, തെറ്റുകാരനാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു തെറ്റ് തന്നെയാണ്. ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയും. ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു മാത്രമല്ല, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ആ പരാതിക്കാരിയുടെ ഭർത്താവ് വിളിച്ച കേസിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമല്ല, ആ പരാതിക്കാരിയുടെ ഭർത്താവിനോടൊപ്പമാണ്. ഞാൻ അത് പരസ്യമായി പലതവണ പറയുകയും ചെയ്തു. കാര്യം ആ പയ്യനാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഇര, അതിജീവിതൻ. അവന്റെ ഒരു തെറ്റും ചെയ്യാതെ അവന്റെ ജീവിതം നശിക്കുകയാണ്. കേസ് കണ്ടു കാണും. അവന്റെ പോലും പിക്ചർ ബ്ലർ ചെയ്താണ് കൊടുക്കുന്നത്. ആ പയ്യൻ പറയുകയും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പറയുകയും ചെയ്തു, നല്ല എടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ്, എന്റെ മുഖം ബ്ലർ ചെയ്യണ്ട, എനിക്ക് നാണക്കെടാന്ന് മുഴുവൻ നാണം കിട്ടും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അല്ല ആ വിഷയത്തിൽ ഈ ചെറുപ്പക്കാരനോടൊപ്പമാണ്. പക്ഷേ ഇപ്പൊ എന്നോട് ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാളെ കോടതി പരാമർശമോ അല്ലെങ്കിൽ കോടതി ഇത് നിലനിൽക്കുമെന്നോ കോടതി കുറ്റക്കാരനോ ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയും. തന്ത്രിക്കെതിരെ നാളെ കോടതി പരാമർശം വന്നാൽ കോടതി തെറ്റുകാരനെന്ന് പറഞ്ഞാൽ തള്ളിപ്പറയും. തിരിച്ചൊരു കാര്യം, ഈ പരാതിയിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ, നിരപരാധിയാണെന്ന് കോടതി പറയില്ല, കാര്യം അത് കോടതിയുടെ ഭാഷയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല, ഞങ്ങൾ ചെയ്തത് ശരിയല്ലെന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിലനിൽക്കില്ല എന്തെങ്കിലും പറയുമോ? അത് ചെയ്യില്ല പലപ്പോഴും മാധ്യമങ്ങളെന്ന് പറയാൻ കാരണം, ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് 7 വർഷത്തോളമുള്ള നിയമ പോരാട്ടത്തിൽ അദ്ദേഹം തെളിയിച്ചു. 85 ദിവസം ജയിലിൽ കടന്നു. ശ്രീ ദിലീപിനോട് ഒരു സോറിയോ ഖേദപ്രകടനമോ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാം കുറച്ചുകൂടെ യങ്ങർ ജനറേഷനാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവ് അല്ലെങ്കിൽ ഇടപാടാണ് നമ്മൾ ചാരക്കേസിൽ കണ്ടത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളെ 50 ദിവസം ജയിലിൽ കടത്തി. എന്തിനാണ്? പാകിസ്ഥാന് ചാരരഹസ്യം ചോർത്തി എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഒരു ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞൻ പാകിസ്ഥാൻകാർക്ക് മാലി സുന്ദരിമാര് വഴി ചാരരഹസ്യം കടത്തി. സന എന്തായി? പുള്ളിക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. അപ്പം അല്ല 50 കോടിയല്ല, 50 ലക്ഷം. 50 കോടി പറഞ്ഞില്ല, 50 ലക്ഷമാണ്. 50 ലക്ഷം അതും അതിൻ്റെതായ തർക്കങ്ങളിലും മറ്റുമുണ്ട്. പക്ഷേ ശ്രീ നമ്പിനാരായണന്റെ ജീവിതം നഷ്ടപ്പെട്ടത് ഇതേപോലെ ഏതോ പോലീസുകാരൻ കഥ എഴുതിയത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്പിനാരായണന്റെ ജീവിതം നഷ്ടപ്പെട്ടത്, കരിയർ നഷ്ടപ്പെട്ടത്, ഇന്ത്യക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാര്യം നഷ്ടപ്പെട്ടത് ഏതോ ഒരു ആളുടെ നഷ്ടം കൊണ്ടാണ്. ഇനിയും CBIയുടെ ചാർജ് ഷീറ്റാണ് പറയുന്നത്, എനിക്കറിയില്ല. CBIയുടെ ചാർജ് ഷീറ്റ് നമ്പിനാരായണന്റെ കേസിൽ പറയുന്നത്, മാലിക്കാരിയായ സ്ത്രീയോട് അന്നൊരു പോലീസുകാരന് താല്പര്യം ഉണ്ടായിരുന്നു. പോലീസുകാരൻ അപ്രോച്ച് ചെയ്തപ്പോൾ മാലിക്കാരിയായ സ്ത്രീ നോ പറഞ്ഞു. ആ ദേഷ്യം തീർക്കാനാണ് ഈ കേസ് ഉണ്ടാക്കിയെന്നാണ്. ആ മാലിക്കാരിയായ സ്ത്രീയോടുള്ള താല്പര്യത്തിന് നോ പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കരിയർ, ഇന്ത്യക്കുള്ള ശാസ്ത്ര പുരോഗതി നഷ്ടപ്പെട്ടു. ഓർക്കുക, കള്ളക്കേസുകളാണ്. അതാണ് ഈ ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പറയുന്നത്. കള്ളസാക്ഷിയും കള്ളക്കേസുമാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. അപ്പോൾ ആ കള്ളസാക്ഷിയും കള്ളക്കേസും പറയരുത്. അത് ദൈവനിന്ദയാണ്. അത് എന്താ പറയുന്നത്, അതാണ് ഭരണഘടനാ വിരുദ്ധം. ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വീഡിയോ ചെയ്യരുതെന്ന് ഇല്ല, അതും അടുത്ത തെറ്റാണ്. എനിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ കോടതി വീഡിയോ ചെയ്യരുതെന്ന കണ്ടീഷൻ വെച്ചിട്ടില്ല. കോടതി മാധ്യമങ്ങളോട് ഇന്ററാക്ട് ചെയ്യരുതെന്ന കണ്ടീഷൻ വെച്ചിട്ടില്ല. ഇതൊരു സത്യമാണ്. ഇപ്പൊ എനിക്കെതിരെയുള്ള ആരോപണം എന്താ അറിയാമോ? വ്യാജ അതിജീവിത എന്ന് വിളിച്ചു എന്നാണ്. എന്താ വരി എന്നറിയാമോ? അതിജീവിത എന്ന വാക്ക് പവിത്രമാണ്. അതിജീവിത എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കാണ്. തെറ്റായ പരാതികൾ കൊടുക്കുന്നവരെ അങ്ങനെ വിളിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വ്യാജ എന്ന് ചേർത്ത് അതിജീവിത എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനോട് നിങ്ങൾക്ക് എനിക്ക് യോജിക്കാം, വിയോജിക്കാം. ജാമ്യം റദ്ദ് ചെയ്യില്ലെന്നാണ് കരുതുന്നത്. എന്റെ വിശ്വാസം അതാണ്. പ്രത്യേകിച്ച് മേൽക്കോടതികളിൽ പോവാതെ പലപ്പോഴും ജാമ്യം കിട്ടാറില്ല. അതാണ് ഒരു റിയലിസ്റ്റിക് സാധനം. അതായത് കീഴ്ക്കോടതികൾ പലപ്പോഴും ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാറില്ല. യാന്ത്രികമായി പോലീസ് പറയുന്നതിനെ ചിലപ്പോഴെങ്കിലും, കോടതികളെ കുറ്റം പറയുകയല്ല. അപ്പോൾ ഈ കോടതിയിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകാനാണ് ആഗ്രഹം. പക്ഷേ അങ്ങനെ വേട്ടയാടുന്നതിൽ അർത്ഥമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, വ്യാജ അതിജീവിത എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഉപയോഗിച്ചത് അതിജീവിത എന്ന വാക്ക് മഹത്വമുള്ളതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു വാക്ക് പ്രയോഗിച്ചതിന് എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് 16 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ റിമാൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് വെളിയിൽ പറയുമായിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയൂ, നാളെ ഇത്രയും ഫ്രിവിലസ് ആയ കേസുകൾക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂ. അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂ. മൂന്നാമത്തെ പരാതി, ആദ്യ 2 പരാതിയും നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കാത്തപ്പോൾ മൂന്നാമത്തെ പരാതി വന്നാൽ അയാളെ കൊടുക്കണമെന്ന് പറയൂ. ഓർക്കുക, ഇനി ശങ്കർദാസ് സാറിനെ ഇതേപോലെ കൊടുക്കുന്ന രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയമല്ല. CPM-കാരോടും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അവർകളോടും വളരെ ബഹുമാനത്തോടെയുള്ള അഭ്യർത്ഥന, സർ, രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയപരമായി സംവാദം നടത്തി ചാനൽ ചർച്ചയിൽ നിന്ന് വേണമെങ്കിൽ ചീത്ത വിളിച്ച് തീർക്കാം. പക്ഷേ കള്ളക്കേസുകൾ കൊടുക്കരുത്. അത് ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്. ഇതിന്റെ വേഴ്സ്റ്റ് എക്സാമ്പിൾസ് ആണ് ഉത്തരേന്ത്യയിൽ നമ്മൾ സിദ്ദിഖാപ്പനും കന്യാസ്ത്രീമാരിലും ഒക്കെ കണ്ടത്. അത് കേരളത്തിലേക്ക് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ശരിയല്ല. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ മറ്റൊരു ഭാവമാണ് പോറ്റിയെ കയറ്റി എന്ന പാട്ടി കണ്ടത്. പോറ്റിയെ കയറ്റി എന്ന പാട്ടിൽ പോലീസുകാർ, നിങ്ങൾ മാധ്യമങ്ങളും പൊതുജനങ്ങളും പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി. പോറ്റിയെ കയറ്റി എന്ന പാട്ട് മതസ്പർദ്ധ ഉണ്ടാക്കിയും അയ്യപ്പ വിശ്വാസിയായ ഞങ്ങൾക്കും ആർക്കും മതസ്പർദ്ധ ഉണ്ടാക്കിയില്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയും. കള്ളക്കേസ് എടുക്കണമെങ്കിൽ അവർക്കെതിരെ നോട്ടീസ് അയച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു.
ഈ കള്ളക്കേസുകൾ കൊണ്ടുപോകരുത്. നാളെ കോൺഗ്രസ്സുകാരും ചെയ്യരുത്, BJP-കാരും ചെയ്യരുത്, CPM-കാരും ചെയ്യരുത്. കള്ളക്കേസുകൾ, വ്യാജ പരാതികൾ നമ്മുടെ നിയമ സംവിധാനത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്.